ഫാമിലി ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഞാൻ ചെയ്ത കുറച്ച് ക്രാഫ്റ്റ് വർക്ക് കാണിച്ചു തരാനാണ്. ഞങ്ങൾക്ക് ഇവിടെ ഞായറാഴ്ച മലയാള കുർബാനയുണ്ട്, ആദ്യത്തെ ആഴ്ച മാസത്തിൽ. അപ്പോൾ അതിൽ IKGFൻ്റെ ഓണാഘോഷമാണ്. അപ്പോൾ അതിന് മാവേലിക്കുള്ള കിരീടവും ആടയാഭരണങ്ങളും ഞങ്ങൾ ഉണ്ടാക്കി. ഞങ്ങളിവിടെ ടെഡി എന്ന് പറഞ്ഞ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ ആ കിരീടത്തുമേ ഒട്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങൾ. നിറച്ച് സ്റ്റോൺസും നല്ല ഭംഗിയുള്ള സ്റ്റോൺസ് കിട്ടി, റെഡും ഗോൾഡൻ കളറും സ്റ്റോൺസും, പിന്നെ അത് മുട്ടിക്കാനുള്ള ഗ്ലൂ, പിന്നെ വെട്ടാവുന്ന സിസേഴ്സ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു ഞങ്ങൾ. അത് കമ്പി, വളയൊക്കെ ഉണ്ടാക്കാനുള്ള കമ്പിയാണത്. അങ്ങനെ എല്ലാം വാങ്ങി ഇനി അത് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് കിരീടത്തമ്മയ്ക്കുള്ള ചാർട്ട് പേപ്പർ വെട്ടി വെച്ചേക്കുന്നതാണ്. നമ്മൾ ഡിസൈൻ വരച്ച് അത് വെട്ടി ശരിയാക്കി ഇനി അതുമ്മേ ഗോൾഡൻ പേപ്പർ ഒട്ടിക്കണം. അങ്ങനെ സെറ്റാക്കിയിട്ട് അത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. ഇത് ഞങ്ങൾ വലിയൊരു തൊപ്പി വാങ്ങിയിട്ട് അതിൻ്റെ സൈഡ് ജസ്റ്റ് വെട്ടി എടുത്തതാണ്. അത് വന്നിട്ട് ഞങ്ങൾ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് അത് റെഡിയാക്കി ഒരു കിരീടത്തിൻ്റെ ഒരു രൂപം പോലെ ആക്കിയിട്ടുണ്ട്. ഇതുമ്മയാണ് ഇനി ചാർട്ട് പേപ്പറൊക്കെ വെച്ച് ഒട്ടിച്ച് സെറ്റാക്കാൻ പോകുന്നത്. ഞങ്ങൾ ആ തൊപ്പീൻ്റെ ബാക്കിയുള്ള ഭാഗമാണ്, അത് ഞങ്ങൾ മാലയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് വെട്ടി ഷേപ്പാക്കി മാലയുടെ രൂപത്തിലാക്കി അത് പിന്നെ ഗോൾഡൻ പേപ്പറൊക്കെ ഒട്ടിച്ച് അത് പിന്നെ സ്റ്റോൺ പൊട്ടിച്ച് സെറ്റാക്കണം. ഇപ്പോൾ ഞങ്ങൾ ഗോൾഡൻ പേപ്പറൊക്കെ അത് മുട്ടിച്ച് സെറ്റാക്കി ഇനി ഇത് കിരീടത്തുമ്മയ്ക്ക് അത് ഫിറ്റ് ചെയ്യണം. ആ തൊപ്പി പോലെ ഉണ്ടാക്കിയ തൊപ്പിയുമ്മയ്ക്ക് അത് ഫിറ്റ് ചെയ്ത് ഒട്ടിച്ച് ശരിയാക്കണം. ഇതുമ്മയ്ക്കാണ് ഇനി അത് കട്ട് ചെയ്ത് ഞങ്ങൾ ഒട്ടിക്കാൻ പോകുന്നത്. ഒട്ടിച്ച് അത് പിന്നെ സ്റ്റോൺ കൂടി സെറ്റാക്കണം. ഇപ്പം ഞങ്ങളത് ഒട്ടിച്ച് ഏകദേശം കിരീടത്തിൻ്റെ രൂപരേഖയായി എന്ന് പറയാം. ഇനി അതുമ്മേ കുറച്ചും കൂടിയും കല്ലും മുത്തും ഒക്കെ പിടിപ്പിക്കണം. എന്നിട്ട് ശരിക്കും നല്ലൊരു കിരീടാക്കി എടുക്കണം. ഫിനിഷിംഗ് വർക്ക് ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് മാലയുടെ നമ്മൾ വെട്ടി റെഡിയാക്കി ഗോൾഡൻ പേപ്പർ ഒട്ടിച്ചത്. ഇതിന്മേൽ കുറച്ച് സ്റ്റോൺ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് 2 ലെയറായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സെറ്റാക്കി അതിന് നൂല് വെച്ച് കെട്ടണം, അത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം. അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ കിരീടമാണത്. മാവേലിയുടെ കിരീടം, പിന്നെ 2 മാല. ഇതിനി കെട്ടണം. ഇങ്ങനെ 2 മാല വരും, പിന്നെ 2 വളയും, പിന്നെ ഈ 2 സൈഡിലേക്കുള്ളതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ എല്ലാതും വർക്ക് ചെയ്തത്. കിരീടം, പിന്നെ മാല, വള പോലെ 2 കൈമയ്ക്ക് 2 എണ്ണം, പിന്നെ കൈയുടെ 2 സൈഡിൽ കെട്ടാനുള്ളതാണ്. അങ്ങനെ ഇതാണ് മൊത്തത്തിൽ ഞങ്ങൾ ചെയ്ത എല്ലാ വർക്കും. അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് മുല്ലമുട്ടുകളാണ്. ഇത് അന്നക്കുട്ടിയുടെ തലയിൽ വെക്കാൻ ഓണത്തിന് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പം എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. ടിഷ്യൂ പേപ്പർ എടുക്കുക. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ മടക്കുക. എടുത്ത് നടുവിൽ മുറിക്കുക. വീണ്ടും 2 ആക്കുക. ഇനി മടക്കിയിട്ട് നടുവൊന്നുകൂടി വെട്ടുക. വീണ്ടും മടക്കുക. വെട്ടി സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ഇങ്ങനെ സ്ക്വയറായിട്ട് കിട്ടും. എന്നിട്ട് ഓരോ സ്ക്വയറും ഇങ്ങനെ അടർത്തി എടുക്കുക.
കുറച്ച് ടിഷ്യൂ പേപ്പർ ഇങ്ങനെ എടുക്കുക, ഉണ്ടയാക്കുക, ഇതിൽ വയ്ക്കുക, ഇങ്ങനെ വയ്ക്കുന്നു, ഇങ്ങനെ മടക്കുന്നു. നമ്മുടെ മുട്ട റെഡി. ഇനി കുറച്ച് വാട്ടർ കളർ എടുക്കുക, ഇത് തണ്ടുമ്മ ജസ്റ്റ് ഒന്ന് ഉണക്കാൻ വെക്കുക. ഞാൻ ഇത്രയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കെട്ടണം, മാലയാക്കിയിട്ട് അന്നക്കുട്ടിയുടെ തലയിൽ വെച്ച് കൊടുക്കണം. അടുത്ത് ചെയ്തത് ഞാൻ ഈ ബോട്ടിൽ വർക്കാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുപ്പി കിട്ടിയപ്പോൾ ചുമ്മാ വരച്ചതാണ്. അടുത്തത് ഞാൻ ഒരു ടോപ്പ് വാങ്ങിച്ചിരുന്നു. അതുമ്മേ ഈ കാണുന്ന വർക്ക് ഞാൻ ചെയ്തതാണ്. ഈ വർക്കെല്ലാം ഇതിങ്ങനെ വാങ്ങി ഓരോന്നും ഇതിനെ അടർത്തി ഇതുമ്മേ തയ്ച്ച് പിടിപ്പിച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മുത്തുകൾ മേടിച്ച് ഇവിടെ തയ്ച്ച് പിടിപ്പിച്ചു. പിന്നെ ഈ സൈഡിലും ഞാനിങ്ങനെ തുന്നി പിടിപ്പിച്ചതാണ്. പിന്നെ ഈ മുത്തുകൾ ഇങ്ങനെ മാലയായിട്ട് വാങ്ങി ഓരോന്നും എടുത്ത് ഈ ഗ്ലൂ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്നും ഒട്ടിച്ചതാണ് ഇതൊക്കെ. പിന്നെ ഞാൻ വാങ്ങിയത് ഇതാണ്. ഇത് വാങ്ങി ഞാൻ കയ്യുമ്മേ ഈ ഗ്ലൂ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതാണിത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇത് ഒരു കയ്യിൽ ഞാൻ ഒട്ടിച്ച് ഫിനിഷാക്കി. നെക്സ്റ്റ് കയ്യിലേക്ക് ഇങ്ങനെ എടുക്കുന്നു. ഇതുമ്മ ചെറിയൊരു ഗ്ലൂ ഉണ്ട്, പക്ഷെ അതൊരിക്കലും ഡ്രസ്സും അത് ഫിറ്റ് ആവില്ല. ഡ്രസ്സും ഒട്ടിക്കണമെങ്കിൽ ഈ ഗ്ലൂ തന്നെ വേണം. ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ എടുക്കുന്നു, ഒട്ടിച്ചൊരു 2 മിനിറ്റിനുള്ളിൽ അത് ഫിറ്റാവും. ജസ്റ്റ് പിന്നെ ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് ഉണങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. പിന്നെ അത് ഫിക്സായിട്ട് അത് ഇരുന്നോളും, പിന്നെ ഒരു പ്രശ്നമില്ല. ഇങ്ങനെ ഫുള്ളും ഞാൻ ഒട്ടിച്ചെടുക്കും. അങ്ങനെയാണ് ഫിനിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൈമാക്കി ഇങ്ങനെ ബോഡി ഫുള്ളായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിന്ന് ചെയ്ത ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.